സരിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്രയും ഒരു വഞ്ചകൻ എന്ന ഒരു പദത്തിന് ഇത്രയും പറ്റിയ ഒരു പേര് ഡോക്ടർ പി സരിനെ പോലെ വേറൊരാൾക്ക് ചേരും എന്നെനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ഘട്ടത്തിൽ ഇതുപോലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടി അപ്പുറത്ത് പോയി മത്സരിച്ച ഉളുപ്പുണ്ടോ? വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. സരിൻ രാഷ്ട്രീയ വഞ്ചനയുടെ പര്യായ പദമാണ്. ഒന്നും വേണ്ടായിരുന്നു. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പടയല്ല പെടയാണ്, നല്ല പെടയാണ് എനിക്ക് വെച്ചത്. റിയൻ ചന്തു എന്ന് വിളിക്കുന്നത് പോരായ്മയുള്ളത് കൊണ്ട് ഞാനത് വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, അദ്ദേഹത്തിന് ജനങ്ങൾ മറുപടി കൊടുത്തു. LDFനും നല്ല മറുപടി കൊടുത്തു. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി. അവർ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് സരിനെ നിർത്തിയത്. തൃപ്തിയായല്ലോ നിനക്ക്? അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്. സരിൻ പറഞ്ഞത് 60,000 വോട്ട് കിട്ടുമെന്ന് CPM കണക്കുകൂട്ടി പോലും. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എന്ത് പേന കൊണ്ടാണ് അവർ കണക്ക് കൂട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ AK ബാലനും MP രാജേഷും ഒക്കെയാണ് അവിടെ കണക്ക് കൂട്ടുന്ന കണക്ക് അധ്യാപകർ. അവരുടെ കണക്കുകൾ എന്തായാലും ദയനീയമായ തരത്തിൽ പരാജയപ്പെട്ടു. ചുരുക്കം പറഞ്ഞ സോമനൂളയായി.